ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏപ്രിൽ സെക്കൻഡ് വീക്കിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് തന്നെ പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റി ഈസ് സെറ്റ് ടു വെൽക്കം ട്രംപ് ബ്രാൻഡഡ് റെസിഡൻഷ്യൽ പ്രൊജക്ട്? ട്രംപ് ബ്രാൻഡഡ് റെസിഡൻഷ്യൽ പ്രൊജക്ട് കൊണ്ടുവരുന്ന സിറ്റി ഏതാണ്? അപ്പോ ന്യൂയോർക്കിന് പുറമേയുള്ള ഏതെങ്കിലും ഒരു സിറ്റിയിൽ ട്രംപ് ബ്രാൻഡഡ് റെസിഡൻഷ്യൽ പ്രൊജക്ട് വരുവാണെങ്കിൽ അത് ഈ ഒരു സിറ്റിയിലാണ്. ഇതാണ് ഫസ്റ്റ് സിറ്റി. ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോ ആൻസർ ഗുർഗാവ്. ഈ ഗുർഗാവ് എന്ന് പറയുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ തന്നെയാണ്. അപ്പൊ അതാണ് ആൻസർ വരുന്നത്. അപ്പൊ ടോട്ടൽ 12 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ പ്രൊജക്റ്റ് ആണ്. ടാർഗറ്റ് 3,500 crore ഇൻ സെയിൽ വിത്ത് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 1,200 crore ആണ്. അപ്പൊ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സ്മാർട്ട് വേൾഡ് ഡെവലപ്പേഴ്സും ട്രിബേക്ക ഡെവലപ്പേഴ്സും കൂടിയാണ് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തേക്കുന്നത്. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ്? അപ്പൊ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഈ പറഞ്ഞതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് ഒക്കെ വായിച്ചാൽ എല്ലാം ഒരുപോലെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ, ഡസ്റ്റ് ലിക് 6. അവിടെ ഡസ്റ്റ് DUSTLIK അതാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ചില എക്സസൈസുകൾ നമുക്ക് വരുമ്പോ ഇപ്പൊ കാസിന്റെയൊക്കെ എക്സസൈസ് വരുമ്പോൾ നമുക്കറിയാം കസാഖിസ്ഥാനും ഇന്ത്യയുമാണ് അല്ലെ. അപ്പൊ അതുപോലത്തെ ക്വസ്റ്റ്യൻ എവിടെയും ചോദിക്കാൻ പോകുന്നില്ല. കാസിന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയും കസാഖിസ്ഥാനും ഇന്ത്യയാണെന്ന്. അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ എവിടെയും ചോദിക്കാൻ പോകുന്നില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് SBI ക്ലർക്ക് മെയിൻസിന്റെ ഒരു ഷിപ്പിൽ ഉണ്ടായിരുന്നു സൂര്യകിരൺ. ഇന്ത്യയും ഏത് കൺട്രിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ് സൂര്യകിരൺ എന്നുള്ളത്. അപ്പൊ നമുക്കത് ഒരു സ്പെഷ്യൽ നെയിം ആണ് അല്ലെ, സൂര്യകിരൺ. അവർ എവിടെയോ ഏത് കൺട്രിയായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് പഠിച്ചേ ഒക്കുള്ളൂ അങ്ങനത്തെ പേരുകൾ വരുമ്പോ. അപ്പൊ അത് നേപ്പാളാണ് ആൻസർ. അതുപോലെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DUSTLIK 6 ഈ ഒരു സംഭവം 6 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അതിന്റെ എഡിഷൻ ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ DUST ഇപ്പം സെക്കൻഡ് UST വരുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ എടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ഒരു ഇന്ത്യയുടെ D ആണോ അത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഈ ഒരു ടേം പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അല്ലാതെ ഡയറക്റ്റ് വരുന്നത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതൊരിക്കലും ചോദിക്കാനും പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് 6ാമത്തെ എഡിഷൻ ആണ്. പൂനെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏപ്രിൽ 28, 2025 വരെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ നടന്നത് 2019 2025 ആകുമ്പോഴത്തേക്കും 6th എഡിഷൻ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടന്നത് അപ്പൊ ഒരു നമുക്ക് രണ്ട് കൺട്രീസ് തമ്മിലൊരു എക്സസൈസ് ആണെങ്കിൽ ഒരു വർഷം ഒരു കൺട്രിയിലാണെങ്കിൽ നെക്സ്റ്റ് മറ്റേ കൺട്രിയിലായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ഈ 6ാമത്തെ എഡിഷൻ ഇന്ത്യയിലാണ്. 5ാമത്തെ എഡിഷൻ ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു. അവിടെ ടെർമോസ് എന്നൊരു സ്ഥലത്തായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 6th edition of India Uzbekistan joint military exercise held in. അപ്പൊ ഞാൻ പറഞ്ഞു അത് പൂനെയിലാണെന്ന്. പക്ഷെ പൂനെയിൽ എവിടെയാണെന്ന് ന്യൂസിൽ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥലം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അല്ലെ. ഇന്നത്തെ കാലത്തുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന എല്ലാ ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എടുത്തു വെക്കുക. അപ്പൊ നമുക്കൊന്ന് നോക്കിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം അനന്ത് എന്നുള്ള ഒരു സിറ്റിയാണ്, പൂനെയിലെ അനന്ത് എന്നുള്ള സ്ഥലത്താണ് ഇത് കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് 23rd ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോ കമ്മീഷന്റെ 23ാമത്തെ എഡിഷൻ ആണ്. അതിന്റെ ചെയർമാൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഈ 5 ഓപ്ഷനിലുള്ള 5 ചെയർമാൻസും നമുക്കിപ്പോ പ്രീവിയസ് ഇയേഴ്സിൽ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആ പേര് അറിയില്ലെങ്കിൽ നമ്മൾക്കൊന്നിട്ട് നെഗറ്റീവ് മാർക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി, ജസ്റ്റിസ് PB ഡോക്ടർ ഗജേന്ദ്ര ഖഡ്കർ, ജസ്റ്റിസ് HR ഖന്ന, ജസ്റ്റിസ് PV ദീക്ഷിത്, ജസ്റ്റിസ് KK മാത്യു. ആരാണ് ചെയർമാൻ? ആൻസർ ഈസ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. അപ്പോ 3 വർഷത്തെ ടെന്നർ ആണ്. ടെന്നർ 3 years. August 2027 ആകുമ്പോഴത്തേക്കും
ടെനർ അവസാനിക്കും, 3 വർഷത്തെയാണ്. പിന്നെ പറയാനുള്ളത് ഈ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഒഴികെ ബാക്കി 4 ഫുൾ ടൈം മെമ്പേഴ്സ് ആണുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 5 ആൾക്കാര്, ചെയർമാൻ പ്ലസ് 4 ഫുൾ ടൈം മെമ്പേഴ്സ്. ആ മെമ്പേഴ്സിന്റെ പേരൊന്നും അങ്ങനെ തൽക്കാലം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The center is planning to revise the guidelines governing the classification and performance assessment of central public sector enterprise and may introduce a provision to downgrade CPSEs if its performance dips. As of April 2025, how many Maharatna companies are there in India? എത്ര മഹാരത്ന കമ്പനീസ് ഇന്ത്യയിലുണ്ട്? അപ്പം എന്താണ് ആൻസർ? നമുക്കറിയാം മഹാരത്ന കമ്പനി ആയിട്ടുള്ള 2 കമ്പനീസ് ലേറ്റസ്റ്റ് ആയിട്ട് നവരത്നയിലേക്ക് മാറിയിട്ടുണ്ട്, അതായത് ഹയർ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി എത്ര മഹാരത്ന കമ്പനീസ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ളത് എന്ന് ചോദിച്ചാൽ ആൻസർ 14. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 14ാമത്തെ മഹാരത്ന കമ്പനി ഏതാണ് എന്നാണ്. 14ാമത്തെ 14th മഹാരത്ന കമ്പനി ഈസ് HAL. എന്താ HAL? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് കമ്പനീസിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? മിനിരത്ന കാറ്റഗറി 1, മിനിരത്ന കാറ്റഗറി 2, മഹാരത്ന, നവരത്ന. ഇങ്ങനെ ഏറ്റവും ടോപ്പ് നവരത്നയാണ്. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ കാറ്റഗറിയിൽ എത്താൻ വേണ്ടിയിട്ടും ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ അത്രയും ഈ 4 ക്രൈറ്റീരിയാസ് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ആ ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്ന്. അപ്പോഴും നമ്മൾ ഏതൊക്കെ കമ്പനീസ് ആണ് എന്നുള്ളത് കാര്യം ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരു കമ്പനിയുടെ പേര് കേട്ടാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം, ഇത് നവരത്നയിലാണോ അല്ലെങ്കിൽ മഹാരത്നയാണോ എന്നൊരു ഐഡിയ ഉണ്ടാവണമെങ്കിൽ നമ്മൾ 1-2 തവണ ആ ഒരു കമ്പനിയുടെ പേര് ഒന്ന് വായിച്ച് വിടുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ മഹാരത്ന കമ്പനീസ് 14 ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു 2 മഹാരത്ന കമ്പനീസ് ഇപ്പൊ നവരത്ന കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ ടോട്ടൽ എത്ര നവരത്ന കമ്പനീസ് ഉണ്ട്? ടോട്ടൽ 26 നവരത്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഏതൊക്കെയാണ്, ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4th edition of India Justice Report 2025 has been released by Tata Trust. Which state become top performing? അപ്പോ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് കൊണ്ടുവന്നത് ആരാണ്, റിലീസ് ചെയ്ത ആരാണ്? ടാറ്റ ട്രസ്റ്റ് ആണ്. എത്രാമത്തെ എഡിഷൻ ആണ് ഈ റിപ്പോർട്ട് അല്ലെ? 2025 എത്രാമത്തെ എഡിഷൻ ഓഫ് ദിസ് റിപ്പോർട്ട് ആണ് റിലീസ് ആയത്? 4ാമത്തെ എഡിഷൻ അല്ലെ. അപ്പൊ ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് സ്റ്റേറ്റ് ആണ് ടോപ്പ് പെർഫോമിംഗിൽ വന്നേക്കുന്നത്? ഏത് സ്റ്റേറ്റ് ആണ്? ആൻസർ ഈസ് കർണാടക. ഓക്കെ, അപ്പൊ ടോപ്പ് സ്റ്റേറ്റ് വന്നേക്കുന്ന കർണാടകയാണ്. അപ്പോ ഓഫ് കോഴ്സ് അവിടെ ക്വസ്റ്റ്യൻ വരും, ഏത് സ്റ്റേറ്റ് ആണ് ബോട്ടം മോസ്റ്റ്? ആരാണ്? വെസ്റ്റ് ബംഗാൾ ആണ് ബോട്ടം മോസ്റ്റ്. ഇനി ഇത് ഓവറോൾ അനാലിസിസിന്റെ ഭാഗമായിട്ടാണ് കർണാടകയും വെസ്റ്റ് ബംഗാളും വന്നേക്കുന്നത്. ഇനി നമുക്ക് സ്മോൾ സ്റ്റേറ്റ് കാറ്റഗറി എടുക്കുവാണെങ്കിൽ അവിടെ ടോപ്പ് വന്നേക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? അവിടെ ടോപ്പ് വന്നേക്കുന്നത് സിക്കിം ആണ്. ആൻഡ് ഓൾസോ ബോട്ടം മോസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് ഗോവയാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ളത്, ബിഗ്ഗസ്റ്റ് ഇംപ്രൂവ് ആയിട്ടുള്ളത് അല്ലെ, ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് വന്നേക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ്. ആൻസർ ഇസ് തെലങ്കാന. ബിക്കോസ് കഴിഞ്ഞ വർഷം വരെ അല്ലെ കഴിഞ്ഞ റിപ്പോർട്ട് വരെ തെലങ്കാന 11th പൊസിഷനിലായിരുന്നു. ഇപ്പൊ തെലങ്കാന നേരെ 11th നിന്ന് 3rd പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. സോ തെലങ്കാനയാണ് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് വന്നേക്കുന്ന സ്റ്റേറ്റ്. ഈ റിപ്പോർട്ടിന്റെ ഫസ്റ്റ് എഡിഷൻ 2019 റിലീസ് ആയിട്ടുണ്ട്. 2025 ആകുമ്പോഴേക്കും 4th എഡിഷൻ ആണ് വന്നേക്കുന്നത്. സോ ഈ ഒരു റിപ്പോർട്ട് ഒരിക്കലും ആനുവലി വരുന്നതല്ല എന്ന് ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊയില ബോയ്ഷാക് ഫെസ്റ്റിവൽ സെലിബ്രേറ്റിംഗ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ന്യൂസ് ആണ്. ജസ്റ്റ് ഒരു തവണ വായിച്ചാൽ നമുക്ക് ഓർമ്മ നിൽക്കാവുന്ന തരത്തിലുള്ള ന്യൂസ് ആണ്. പൊയില ബോയ്ഷാക് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണെന്നാണ്. ആൻസർ ഈസ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോ ഇവിടെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ചില ഫെസ്റ്റിവൽസ് വരുമ്പോ അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്സിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാൽ
നമ്മുടെ ഇന്ത്യ അല്ലാതെ വേറെ ചില കൺട്രീസ് ഇതിന് പാർട്ട്ണർഷിപ്പ് വരും, അല്ലെങ്കിൽ ഫോക്കസ്ഡ് കൺട്രി ആയിട്ട് മാറും. അങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോൾ ഈ ഫെസ്റ്റിവൽ ന്യൂസ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആവും. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനത്തെ കേസിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനത്തെ ന്യൂസ് വരുമ്പോൾ. ഇപ്പൊ നമ്മുടെ മഹാകുംഭമേള ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു സാധാരണ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നോ? അല്ല, അല്ലെ? അവിടെ ബാങ്കിങ് പാർട്ട്ണർ ആരാണ്, അല്ലെങ്കിൽ അവിടെ ഫോൺ പേ എന്തിനാണ് വന്നത്, അല്ലെ അതിന്റെ പേരിൽ ഇപ്പം മഹാകുംഭമേളക്ക് വേണ്ടി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അല്ലെ? 5999 ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പിന്നെ മഹാകുംഭമേളക്ക് വേണ്ടി മാത്രം അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി, സോറി, അവിടെ ഒരു ഡിസ്ട്രിക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുംഭമേള കഴിയുന്നത് വരേക്ക്. അപ്പൊ ആ ഡിസ്ട്രിക്റ്റിന്റെ പേരെന്താണ്? അപ്പൊ ഇങ്ങനെ ഓരോ ഫെസ്റ്റിവലും എന്ത് ചെയ്യും, അതിന്റെ ഇമ്പോർട്ടൻസ് മാറി മാറി വരും. അപ്പൊ ഇവിടെ പൊയില ബോയിഷത്ത് എന്ന് പറഞ്ഞ ഫെസ്റ്റിവല് ഏത് സ്റ്റേറ്റിലാന്ന് മാത്രം പഠിച്ചാൽ മതി, വേറെ റിലേറ്റഡ് ന്യൂസ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ റിലേറ്റഡ് ന്യൂസ് വരുന്ന ഫെസ്റ്റിവൽസിനെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന സംഭവം ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Telangana government launched Quantum Frontier Tech Charter on World Quantum Day in partnership with Niti Aayog's Frontier Tech Hub. When World Quantum Day celebrate? Okay. അപ്പൊ ഈവൻ ചിലപ്പോ നമ്മൾ ഈ ഒരു ന്യൂസ് പഠിച്ചതാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിലുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വേൾഡ് ക്വാണ്ടം ഡേ എപ്പോഴാണെന്നാണ്. അതായത് ഈ ഒരു സംഭവം നടന്നേക്കുന്നത് 2025 ക്വാണ്ടം ഡേയിലാണെങ്കിലും നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്റ്റാറ്റിക് ന്യൂസ് ആണ്. വേൾഡ് ക്വാണ്ടം ഡേ എപ്പോഴെന്നാണ്. ആൻസർ ഈസ് ഏപ്രിൽ 14. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. തെലങ്കാന ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്. ആരുമായിട്ട് പാർട്ട്ണർഷിപ്പ് നടത്തി? നമ്മുടെ നിതി ആയോഗിന്റെ ഫ്രോണ്ടിയർ ടെക് ഹബ്ബുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആണ് വന്നത്. എന്നാണ് വന്നത്? വേൾഡ് ക്വാണ്ടം ഡേയുടെ അന്നാണ് വന്നത്. എപ്പോഴാണ് അപ്പൊ വേൾഡ് ക്വാണ്ടം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏപ്രിൽ 14 വേൾഡ് ക്വാണ്ടം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് മെയിനായിട്ട് ഇതിന്റെ ഒരു എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു അഡ്രസ് challenges across sectors like cyber security, health care, finance, മെറ്റീരിയൽ സയൻസ്, ലോജിസ്റ്റിക്, അങ്ങനത്തെ ഒക്കെ ഇതിലുള്ള ഒരു ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എയിം ആണിത്. ഓക്കെ, ടു പ്രൊമോട്ട് ക്വാണ്ടം ഇക്കോസിസ്റ്റം ഇൻ തെലങ്കാന ആൻഡ് എസ്റ്റാബ്ലിഷ് എ ക്വാണ്ടം സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ തെലങ്കാന എന്നൊരു ക്വാണ്ടം സ്റ്റേറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, തെലങ്കാനയുടെ ക്വാണ്ടം ഇക്കോസിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് വന്നേക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നിതി ആയോഗിന്റെ ഒരു ബ്രാഞ്ച് ആണ് പാർട്ട്ണർഷിപ്പിലേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇനി ഓൾസോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. IIT ഹൈദരാബാദും ക്വാണ്ടം ഇക്കോസിസ്റ്റം ടെക്നോളജി കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടിയിട്ട് ഒരു ജോയിനിങ് ഇനീഷ്യേറ്റീവ് ഇവിടെ വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ക്വാണ്ടം ഇനീഷ്യേറ്റീവിന് വേണ്ടിയിട്ട് തന്നെ ആരൊക്കെയാണ്? IIT ഹൈദരാബാദും ക്വാണ്ടം ഇക്കോസിസ്റ്റം ടെക്നോളജി കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടിയിട്ട് ഒരു ജോയിന്റ് ഇനീഷ്യേഷൻ കൂടി ഇവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കാം. ഓക്കെ, നെക്സ്റ്റ്. Which of the following state become first state in India to introduce online filing and hearing facility for permanent ലോക് അദാലത്ത്? പെർമനന്റ് ലോക്ക് അദാലത്ത് ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ഫെസിലിറ്റി, അല്ലെ? പെർമനന്റ് അദാലത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെ പെർമനന്റ് അദാലത്ത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹിയറിംഗ് ആൻഡ് ഫയലിംഗ് ഒക്കെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി നടത്താൻ എന്നുള്ള ഒരു ഇനീഷ്യേഷൻ കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ കേരള. ഓക്കെ, അപ്പം കേരളത്തില് നിലവില് 3 എന്തുണ്ട്? പെർമനന്റ് ലോക് അദാലത്ത് സെന്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. ഇങ്ങനെ 3 പെർമനന്റ് ലോക് അദാലത്ത് സെന്റേഴ്സ് കേരളത്തിലുണ്ട്. സർവീസ് മോഡ് അവൈലബിൾ അറ്റ് ഈ സേവാ കേന്ദ്രാസ്, അല്ലെ? ഈ സേവാ കേന്ദ്രത്തിലൂടെ നമുക്ക് ഈ സർവീസ് കിട്ടുന്നതായിരിക്കും. അതാണ് that's about this news. Okay, next question. Which of the following state observe Vaishakhi festival? ഓക്കെ, വൈശാഖി ഫെസ്റ്റിവൽ എവിടെയാണ്? ഇതും ഒരു ജസ്റ്റ് ഒരു ഫെസ്റ്റിവൽ എവിടെയാണ്? ഒരു സ്റ്റേറ്റ് ന്യൂസ് ആണ്, സിമ്പിൾ ന്യൂസ് ആണ്. ഏത് സ്റ്റേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റ് ആണ്? പഞ്ചാബ് ആണ് സ്റ്റേറ്റ്. വൈശാഖി ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നത്? പഞ്ചാബിലാണ്. നെക്സ്റ്റ്. Which country is the first African country to sign a country partnership framework with the International Solar Alliance (ISA)? ISA ആയിട്ട് കൺട്രി പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്കിലേക്ക് സൈൻ ചെയ്ത
സൈൻ ചെയ്തത് ഏത് കൺട്രി ആണെന്നാണ്. പക്ഷെ ഏത് കൺട്രി ആണെന്നല്ല, ഏത് ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ആണെന്നാണ്. ഇത് ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ആണെങ്കിലും ഈ ഇതിലേക്ക് ജോയിൻ ചെയ്ത 4ാമത്തെ കൺട്രി ആണിത്. ആൻസർ ഏതാണ്? മൗറീഷ്യസ്. ഓക്കെ, എന്താണ് അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? അതായത് കൺട്രി പാർട്ട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് ഉണ്ടല്ലോ, ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ കൺട്രി പാർട്ട്ണർഷിപ്പ് ഫ്രെയിംവർക്കിലേക്ക് ജോയിൻ ചെയ്ത 4ാമത്തെ കൺട്രിയാണ് മൗറീഷ്യസ്. ഈ മൗറീഷ്യസ് ആണ് ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറയാൻ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്റർനാഷണൽ സോളാർ അലയൻസിന് ഒരു ഗോൾ ഉണ്ട്. എന്താ? മൊബിലൈസിങ് 1 trillion ഇൻ സോളാർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, 2030 ആകുമ്പോഴത്തേക്കും സോളാർ ഇൻവെസ്റ്റ്മെന്റ്സിൽ 1 trillion അടിക്കണം എന്നാണ് നമ്മുടെ ISAയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർക്കുക. ഇപ്പം ടാർഗറ്റിംഗ് ഇയർ ചോദിക്കും, 2030 ആണ് ടാർഗറ്റിംഗ് ഇയർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു എം ദ ഫോളോയിങ് ഇസ് ദ ICIC മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത് മാർച്ച്? മാർച്ച് മാസത്തെ ICIC പ്ലെയർ ഓഫ് ദ മന്ത് ആരാണെന്നാണ് ചോദിക്കുന്നത്. മെൻ ആണ്, മെൻ കാറ്റഗറിയിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും പ്രീവിയസ് മന്തുകളിലെ ICC മെൻ പ്ലെയർ ആണ്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, മാർച്ച് മാസത്തെ ആരാണ്? മാർച്ച് മാസം നമ്മുടെ ആൻസർ ശ്രേയാസ് അയ്യർ ആണ്. ശ്രേയാസ് അയ്യർ ആണ് ICIC മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത് മാർച്ച്. ശ്രേയാസ് അയ്യർ പ്രീവിയസ് മന്തിലെ, അതായത് ഫെബ്രുവരി മാസത്തില് ശുഭ്മാൻ ഗിൽ ആയിരുന്നു. ശുഭ്മാൻ ഗില്ലിന് സക്സീഡ് ആയിട്ടാണ് മാർച്ച് മാസം ശ്രേയാസ് അയ്യർ ICIC മെൻ പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് മാറിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, Ministry of Labour and Employment has signed an MOU with which of the following food delivery platform to increase job creation through public-private partnership? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ കുറച്ച് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് സൈൻ ചെയ്തത് ഏത് ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുമായിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഈ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം വരുമ്പോൾ നമുക്ക് ആൻസറിൽ ചെറിയ ഡൗട്ട് വരുന്നത് സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ എന്നുള്ള മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റും. സ്വിഗ്ഗി സൊമാറ്റോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡൗട്ട് വരണ്ട. ഇതിന്റെ ആൻസർ സ്വിഗ്ഗി ആണ്. അപ്പം സ്വിഗ്ഗി ഒരു പുതിയൊരു AI പവേർഡ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ആപ്പ്. ആ ആപ്പിന്റെ പേരെന്താണ് അറിയാവോ? സ്വിഗ്ഗി റിലീസ് ചെയ്ത ഒരു പുതിയൊരു AI പവേർഡ് ആപ്പിന്റെ പേരാണ് ഫിങ്ക്. ഫിങ്ക് തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് തോന്നുന്നു. PYNG അതാണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ തീം ഓഫ് വേൾഡ് ചെഗാസ് ഡിസീസ് ഡേ ഒബ്സർവ്ഡ് ഇൻ April 14, 2025? അപ്പോ നമുക്ക് ഡേ എപ്പോഴാണെന്ന് തന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഡേയുടെ തീമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്താണ്, എല്ലാ ഓപ്ഷൻസും ഒരുപോലെ ഉണ്ട് അല്ലെ. ഓപ്ഷൻ A, prevent, control, care, everyone's role in Chagas disease. Option B, prevent, support, heal, ending Chagas together. C, protect, detect, prevent, global fight against Chagas disease. Option D, detect, connect, treat, stand against Chagas disease. And option E, prevent, control, care, unite for Chagas disease. അപ്പൊ ഏതാണ് തീം? The answer is option A, prevent, control, care, everyone's role in Chagas disease. ഓക്കെ, അപ്പൊ നമ്മൾ അധികവും ഒരു ഡേയുടെ തീം പഠിക്കുവാണെങ്കിൽ എന്തെങ്കിലും മീനിങ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇംഗ്ലീഷിലെ ആ ഒരു സെന്റൻസ് അതുപോലെ തന്നെ പഠിക്കാതെ കുറച്ച് എന്ത് ചെയ്യുക, അതിന്റെ മീനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പോ കുറച്ചുകൂടി ഓർമ്മ നിൽക്കുന്നതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A renowned environmentalist Daripalli Ramaiah or Vanajeevi Ramaiah, also known as Freeman of India, passed away. He got Padma Shri in which year? ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ. ആരാണ് ധരിപ്പള്ളി രാമയ്യ അല്ലെ വനജീവി രാമയ്യ എന്നറിയപ്പെടുന്ന ആൾ ആരാണ്, അല്ലെങ്കിൽ ട്രീമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ധരിപ്പള്ളി രാമയ്യ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ എൻവയോൺമെന്റലിസ്റ്റ്, മറ്റേ മ്യൂസിഷ്യൻ, അല്ലെങ്കിൽ ഡാൻസർ ഒക്കെ ഓപ്ഷൻസ് തരാം. അപ്പം അങ്ങേര് ആരാണ്? എൻവയോൺമെന്റലിസ്റ്റ് ആണ്. അപ്പോ ഈ ധരിപ്പള്ളി രാമയ്യക്ക് പത്മശ്രീ കിട്ടിയത് ഏത് വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. റീസെന്റ് ക്വസ്റ്റ്യന്റെ
കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് ന്യൂസ് ആണ് ക്വസ്റ്റ്യൻ. സോറി, ആൻസർ ഈസ് 2017. Okay. Next, who is appointed as the president of Ecuador for 4 years? 4-year tenure-ല് ഇക്വാഡോറിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയാണ്? ഓക്കെ, നമുക്ക് ആരാണ് ആ പേര് നോക്കാം. ഡാനിയൽ നൊബോവ. ഇക്വാഡോർ നൊബോവ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം. ഡാനിയൽ നൊബോവ ഇക്വാഡർ. ഇപ്പൊ എനിക്ക് കണക്ഷൻ ഒന്നും വരുന്നില്ല. ഞാൻ മിക്കവാറും പേരുകള് അതിന്റെ കൺട്രി ആയിട്ട് എങ്ങനെയും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ്. The Central Pollution Board has recently introduced a new color-coded category as part of its revised classification of industries based on pollution index methodology. Which of the following categories has been newly introduced under this classification? Okay, അപ്പൊ കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ക്ലാസിഫൈഡ് സെക്ഷൻസ് 419 419 ക്ലാസിഫിക്കേഷൻ സെക്ടേഴ്സ് ഉണ്ട്. അതില് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു കാറ്റഗറിയാണ് ചോദിച്ചേക്കുന്നത്. ഏത് കാറ്റഗറി ആണ് എന്നുള്ളത്. ഇതില് ചിലത് ഇപ്പൊ ഓൾറെഡി ഉള്ളതാണ്. പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു കാറ്റഗറി ഉണ്ട്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ഈസ് ബ്ലൂ. ബ്ലൂ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പൊ ആഡ് ചെയ്തതാണ്. അത് ഓർക്കുക. ഓക്കെ, ബാക്കി കളേഴ്സ് ഒക്കെ ഉണ്ട്, ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ, ബ്ലൂവിന് ഇപ്പൊ ആഡ് ചെയ്തതാണ്. The Athlete Passport Management Unit (APMU) inaugurated at the DOPE Testing Laboratory in New Delhi. Who inaugurated APMU? Athletic Passport Management Unit ആണ് APMU. ഈ Athletic Passport Management Unit ഇനോഗ്രേറ്റ് ചെയ്ത ആരാണെന്നാണ്. ഇനോഗ്രേറ്റ് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലെ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ആരാണ്? അപ്പൊ നമുക്കറിയാം, ഓഫ് കോഴ്സ് ആരാണ് ഡോപ്പിംഗ് ഒക്കെ എവിടെ ആരാ യൂസ് ചെയ്യുന്നത്? അത്ലറ്റ്സ് അല്ലേ? അപ്പം സ്പോർട്സ് ഓഫ് കോഴ്സ് അവിടെ സ്പോർട്സ് ന്യൂസ് ആണ്, അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ആൻസർ മൻസുഖ് മാണ്ഡവ്യ. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. എവിടെയാണ്? ന്യൂഡൽഹിയിൽ. ഓക്കെ, നെക്സ്റ്റ്. What was the theme of World Heritage Day and is observed in which date? ഓക്കെ, ഇതിന് ഓപ്ഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഒരു ആൻസർ ആണ്. കാരണം അത്യാവശ്യം വലിയ ഒരു 2 ലൈൻ തീമാ വരുന്നത്. അപ്പൊ ഇതിനൊരു ഓപ്ഷൻ ആവശ്യമില്ല. കാരണം ഇതൊന്ന് ഈ ഒരു തീം മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഏത് ദിവസമാണ് വേൾഡ് ഹെറിറ്റേജ് ഡേ? വേൾഡ് ഹെറിറ്റേജ് ഡേ എപ്പോഴാന്ന് വെച്ചാൽ അത് ഏപ്രിൽ 18-നാണ് വേൾഡ് ഹെറിറ്റേജ് ഡേ. അത് തീമാണ് ഹെറിറ്റേജ് under threat from disasters and conflicts, preparedness and learning from 60 years of ICOMOS actions. Okay, അപ്പൊ ഈ ഒരു തീം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്. China-based Betavolt unveils nuclear-powered battery with a 50-year lifespan. Name of the battery. അപ്പോ 50 വർഷം ലൈഫ് സ്പാൻ ഉള്ള ഒരു ന്യൂക്ലിയർ പവേർഡ് ബാറ്ററി ചൈന കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഇത് ഏത് കമ്പനിയാണ് അല്ലെ? സോറി, ഏത് കമ്പനിയാണ് ഇത് അൺവീൽ ചെയ്തെന്ന് ചോദിച്ചാല് എന്താ പറയാ? ചൈനയിലെ ബെറ്റാവോൾട്ട് എന്ന കമ്പനിയാണ്. ഓക്കെ, ഏത് കൺട്രിയാണ് 50 വർഷം ലൈഫ് സ്പാൻ ഉള്ള ഒരു ന്യൂക്ലിയർ പവേർഡ് ബാറ്ററി റിലീസ് ചെയ്തെന്ന് ചോദിച്ചാൽ ചൈനയാണ്. ചൈനയിലെ ബെറ്റാവോൾട്ട് എന്ന് പറയുന്ന കമ്പനിയാണ് ന്യൂക്ലിയർ പവേർഡ് ബാറ്ററി ആയിട്ടുള്ള ഏത് ബാറ്ററി? ദ ആൻസർ ഈസ് BV10. BV100. BV100 ബെറ്റാവോൾട്ട് 100. ഓക്കെ, BV എല്ലാ ഓപ്ഷൻസിലും ഉണ്ട്, 100 ആണ് ആൻസർ. അപ്പൊ ബെറ്റാവോൾട്ട് 100 എന്നുള്ള BV100 ആണ് ചൈന റിലീസ് ആക്കിയിട്ടുള്ള 50 വർഷം ലൈഫ് സ്പാൻ ഉള്ള ന്യൂക്ലിയർ പവേർഡ് ബാറ്ററി. ഓക്കെ, നെക്സ്റ്റ്. ഇതും ഓപ്ഷൻസ് ഒന്നുമില്ല, ഷോർട്ട് ആയിട്ടുള്ള, ഐ മീൻ എന്താ ചെയ്യാൻ പറ്റും, ഫ്രീ ഹിറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ സോറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. IRDAI fined ₹1.06 crore for insurance related violation of which company? ഓക്കെ, നമുക്കറിയാം IRDAI ഫൈൻ ചെയ്യണമെങ്കിൽ അവിടെ ഇൻഷുറൻസ് ബേസ്ഡ് വയലേഷൻ നടന്നിട്ടുണ്ടാവണം അല്ലെ? ഇൻഷുറൻസിന്റെ റെഗുലേറ്ററി ബോഡിയാണ് IRDAI. അപ്പൊ എത്ര എമൗണ്ട് ആണ്? 1.06 ആണ്. ഏത് കമ്പനിക്കാണ് ഈ ഒരു ഫൈൻ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഫ്ലിപ്കാർട്ട് ആണ്. ഓപ്ഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഫ്രീ ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്.
ആൻസർ ഇസ് ഫ്ലിപ്കാർട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മന്തിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.